ഹലോ, അപ്പോൾ ഇതാ ഫൈനലി സെബാൻ്റെ വെഡ്ഡിങ് വീഡിയോ വന്നിരിക്കുകയാണ്. വെഡ്ഡിങ് വീഡിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്നെ മര്യാദ കാണാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മര്യാദ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാനോ ഒന്നിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചെക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കസിൻ ഉണ്ട്, പുള്ളിക്കാരത്തി തന്നെയാണ് ലിമിയ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് സെബാനെ ഒരുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ റെഡി ആവുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റെഡിയായി നേരെ പള്ളിയിലൊക്കെ ചെന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ റെഡിയാവുന്ന വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്നൊന്നിനും സമയം ഉണ്ടായില്ല. വെറും 3/4 മണിക്കൂർ കൊണ്ടൊക്കെയാണ് ഞാൻ റെഡിയായി പള്ളിയിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ നേരത്തൊക്കെ ചെന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അന്നത്തെ ദിവസം നല്ല അലമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 10-10:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ കുർബാനൊക്കെ ചെന്നു പള്ളിയിൽ കറക്റ്റ് സമയത്ത് തന്നെ പള്ളിയിലൊക്കെ എത്തുകയൊക്കെ ചെയ്തു. നേരത്തെ തന്നെ എത്തുകയും ചെയ്തു. അപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു അത്. കറക്റ്റായിട്ട് കല്യാണത്തിന് അന്ന് നല്ല മഴയായിരുന്നു. മഴയുടെ ടെൻഷൻ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുർബാനയ്ക്ക് ലേഖനം വായിച്ചത് സെബാന സ്നേഹം കൂടിയായിരുന്നു. ചെറുക്കനും പെണ്ണും തന്നെയാണ്. അപ്പോൾ അവൾ ഇതിന് മുന്നേ നല്ലോണം പ്രാക്ടീസൊക്കെ ചെയ്ത് അവൾക്ക് സെബാന ലേഖനത്തിൻ്റെ ഇതൊക്കെ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ നിന്നൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് വായിക്കാൻ വേണ്ടി കരുതുന്നത്. ഒരു ടെൻഷൻ ഇല്ലാണ്ട് അവൾ നല്ല കൂളായിട്ട് വായിക്കുകയും ചെയ്തു. അങ്ങനെ കല്യാണത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നതിന് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നതാണ്. കല്യാണത്തിന് നമ്മൾ ചെക്കൻ്റെ പെണ്ണും കർത്താവിൻ്റെ മുമ്പിൽ വാഗ്ദാനം ചെയ്യും, ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെയും സന്താപത്തോടെയൊക്കെ ജീവിക്കുക എന്നുള്ളത്. സത്യത്തിൽ അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വിവാഹം എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ വാഗ്ദാനം ചെയ്യലെല്ലാം കഴിഞ്ഞു, അത് ആശീർവദിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താലി കെട്ടുന്ന സമയമാണല്ലോ. താലി കെട്ടാൻ നേരത്ത് ചെക്കൻ്റെ പെങ്ങൾ എന്നിട്ട് മണവാട്ടിയുടെ നെറ്റൊക്കെ പൊക്കി കൊടുക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ തന്നെ, അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ കല്യാണത്തിനും ചേട്ടയുടെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ രമ്യയാണ് എൻ്റെ നെറ്റ് പൊക്കി തന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെങ്ങന്മാരാണ് നെറ്റ് പൊക്കി കൊടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പിന്നെ ചില സമയത്ത് നമ്മൾ തന്നെ താലി മുറുക്കിയിടണം, അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ ഞാൻ മുറുക്കുമ്പോൾ നല്ലോണം മുറുക്കണേ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ നെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നു, സെബാൻ താലിയൊക്കെ കെട്ടി. അപ്പോൾ താലി കെട്ടുന്നതിന് മുന്നേയും ഒരു പ്രാർത്ഥനയുണ്ട്. അച്ഛൻ ഒരു കാര്യം പറഞ്ഞു തരും, അത് നമ്മൾ ഏറ്റു പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വേണം നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുമെന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും എനിക്ക് അന്നുണ്ടായിട്ടോ. സന്തോഷം കൊണ്ട് എനിക്ക് കണ്ണ് ശരിക്കും നല്ലോണം ഇങ്ങനെ നിറഞ്ഞു വന്നാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫോട്ടോ ആ ക്യാമറമാനെ അറിയാണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അറിയാണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ പയ്യെ കണ്ണൊക്കെ തുറക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ താലികെട്ടും കഴിഞ്ഞു. നമ്മുടെ വിരിപ്പാവ് സാരി നമ്മൾ പെണ്ണിൻ്റെ കയ്യിലിട്ട് കൊടുത്തു. പിന്നെ വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കാൻ വേണ്ടിയിട്ട് പോയത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ആൻറ്റി കഴിഞ്ഞ ദിവസം വിശ്വാസികളുടെ പ്രാർത്ഥന എഴുതിയൊരു പേപ്പർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി അങ്ങോട്ട് വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അമ്മച്ചി അതിനകത്ത് ചെറിയ തിരുത്തൊക്കെ തിരുത്തിയിട്ട് നമ്മുടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ട് അതങ്ങോട്ട് വായിക്കാൻ വേണ്ടി തന്നിട്ട് ഞാൻ പിന്നെ അത് പോയി വായിച്ചു. അപ്പോൾ കുർബാന കൊടുത്തപ്പോഴേക്ക് സെബാനാണ് പാട്ട് പാടിയത്. കുർബാന കൊടുത്തു കഴിഞ്ഞ് സെബാൻ നല്ല അടിപൊളിയായിട്ട് എൻ്റെ പാട്ട് പാടിയിട്ടു. അപ്പോൾ ചേട്ടയുടെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു കേട്ടോ, ഒരു കോട്ട് സൂട്ടായിരുന്നു അയാൾ ഇട്ടേച്ചത്. അപ്പോൾ എൻ്റെ നിർബന്ധമായിരുന്നു അയാൾ സെബാൻ്റെ കല്യാണത്തിന് കോട്ട് ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുർബാനയ്ക്ക് ഉണ്ടായിരുന്ന അച്ഛന്മാർ, 7 അച്ഛന്മാരുടെ കുർബാനയായിരുന്നു കേട്ടോ. അപ്പോൾ കുർബാനയ്ക്ക് ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ കൂടെ മണവാട്ടി ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം ഇതേപോലെയൊക്കെ നടത്തണമെന്ന്. പക്ഷേ എൻ്റെ കല്യാണം കൊറോണയുടെ സമയത്ത് ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് നമ്മൾ കല്യാണം നടത്തിയത്. ഒരച്ഛനും പിന്നെ
പിന്നെ അതേപോലെ 50 പേര് 100 പേര് അത്രയും വളരെ ചുരുക്കിയായിരുന്നു എൻ്റെ കല്യാണം നടത്തിയത്. എനിക്ക് പണ്ട് എൻ്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് ഇതേപോലെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെബാൻ്റെ കല്യാണത്തിനുള്ള സാധിച്ചു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ അന്നത്തെ എന്താ പറയുക ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ സാരി ആയിരുന്നു, അമ്മച്ചിയുടെ ഒക്കെ ഒരു പേസ്റ്റൽ കളേഴ്സിലുള്ള സാരി ആയിരുന്നു. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഫുള്ള് മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു, ഇവിടെ ചേട്ടയുടെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ കല്യാണത്തിനാണെങ്കിലും ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ടേബിളിലിരുന്നാണ് എല്ലാവരും കൂടി ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി എൻ്റെ നേരത്തെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കണ നേരത്തെ ഇപ്പോഴത്തെ ഡാൻസൊക്കെ പരിപാടിക്ക് തുടങ്ങിയിട്ടുണ്ടായി. ഡാൻസ് കളിക്കാനായിട്ട് കസിൻസും ആൻറ്റിമാരും മംഗിളുമാരും പിന്നെ അതേപോലെ അപ്പനൊക്കെ അത് സ്റ്റേജിൽ കിടന്നിട്ട് മുട്ടൻ ഡാൻസ് ആയിരുന്നു. ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അറിയാമല്ലോ, ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഒരു കൺട്രോളും ഉണ്ടാകത്തില്ല, ഫുള്ള് ഭയങ്കര ആടി തിമർക്കൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പന ആദ്യമേ സ്റ്റേജ്, അതിന് മുന്നേ ചെക്കനും വേണ്ടി ഇരുന്ന സമയത്ത് ഞങ്ങളുടെ കസിൻ്റെയൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അപ്പനുണ്ടായിരുന്നു കളിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും താഴത്തിറങ്ങിയത് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. അത് അലീനയുടെ കൂടെ കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്യൂട്ടായിരുന്നു അതിനും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനും ചേട്ടൻ കൂടെ കുറേ തപ്പിയിട്ടാണ് അതിൻ്റെ ഈ സൈസിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ആദ്യം ഞങ്ങൾ ചെന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾക്കത് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല അവന് പറ്റിയ രീതിയിൽ തന്നെ ഉള്ളത് കിട്ടുകയും ചെയ്തു. അവനാണെങ്കിലും പിന്നെ മഴയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ മമ്മി ചൂടെടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് നേരത്തെ തന്നെ ഊരിപ്പിച്ചാൽ എന്നെ കൊണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ആൾ നിന്നേച്ചു. പിന്നെ ഒരു ബലൂൺ കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അതുമായിട്ട് സ്റ്റേജിൽ കിടന്ന് കളിക്കണമായിരുന്നു. അങ്ങനെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് കുറേ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഡാൻസ് കളിക്കാനേ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, ഇവർ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചെക്കൻ്റെയും പെണ്ണിനും ഫുഡ് കൊടുക്കണതിൻ്റെ തിരക്കിലായിരുന്നു. അവർ ഫുഡ് കൊടുക്കാൻ വേണ്ടി വിളിക്കാനും. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഇവർക്ക് വിശക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണല്ലോ ഫുഡ് കഴിച്ചത്. പിന്നെ ഡാൻസും കൂത്തും എല്ലാം കഴിഞ്ഞ് ചെറുക്കനെ പെണ്ണിനെ വീട്ടിൽ കയറ്റേണ്ട സമയമായി. വീട്ടിൽ കയറ്റാനായിട്ട് ഞാനും ചേട്ടയും ആദ്യമേ തന്നെ വീട്ടിലോട്ട് ഓടി. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഞങ്ങൾ റെഡിയായി നേരം കണ്ട് ഇറങ്ങി പോകുന്നതാണ്. ചെക്കൻ്റെ പെണ്ണിൻ്റെ റൂമിലാണെങ്കിലും ഞങ്ങൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ താഴത്താണെങ്കിലും ചെക്കൻ്റെ പെണ്ണ് വന്ന് കയറുന്നതിന് മുന്നേ തന്നെ ഹോളൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ ചെക്കനെ പെണ്ണിനെ അകത്ത് കയറ്റി. പിന്നെ കഴിച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് പിന്നെ എന്തായാലും കഴിച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ സ്നേഹയുടെ കഴിച്ചിൽ കണ്ടിട്ട് ഞങ്ങളും കുറച്ച് പേരൊക്കെ കഴിച്ചു. അപ്പോൾ ചേട്ട പറയണായിരുന്നു സെബിലെ ഇതിൻ്റെ അങ്ങേപ്പുറമായിരുന്നു കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സത്യം കേട്ടോ, എൻ്റെ കല്യാണത്തിന് ഞാൻ മുട്ടൻ കഴിച്ചിലായിരുന്നു. അങ്ങനെ ചെറുക്കനെ പെണ്ണിനെ മണിയറിലൊക്കെ കയറ്റിയോ ഒരു 2 അരയനൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.